ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയപ്പോൾ മുട്ടിടിച്ച് വീണത് പാകിസ്ഥാനേക്കാളും കൂടുതൽ ഇപ്പോൾ ചൈനയാണ്. ലോകത്തിലെ വമ്പൻ എന്ന പട്ടം കൈപിടിച്ചിരിക്കുന്ന സാക്ഷാൽ ട്രംപിനോട് പോലും കൈകോർക്കുമ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചൈന ഇന്ത്യക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ് ചെയ്തത്. നേരിട്ടല്ല ചൈനയെ ഇന്ത്യ തറ പറ്റിച്ചത്, പക്ഷെ അത് അപ്രതീക്ഷിതവും അതിമാരകവുമായ രീതിയിലായിരുന്നു എന്ന് മാത്രം. ചൈനയിൽ ഇല്ലാത്തത് ഒന്നുമില്ല. അച്ഛനമ്മമാരെ പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അവരെന്നാണ് പറയപ്പെടുന്നത്. ചൈനീസ് സാധനങ്ങൾ കണ്ടാൽ ഗംഭീരമെന്ന് തോന്നും, പക്ഷെ ഉപയോഗിച്ചാൽ അത് ഒന്നിനും കൊള്ളാത്തതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. തമാശ രൂപേണ അങ്ങനെയാണ് ഇത് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇക്കാര്യം ശരിക്കും ബോധ്യപ്പെട്ടു. ചൈന എക്കാലത്തെയും തങ്ങളുടെ അടുപ്പക്കാരനായ പാകിസ്ഥാന് നൽകിയ ആയുധങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾക്കും ഇന്ത്യക്ക് ചെറിയൊരു ഭീഷണി ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. ഇന്ത്യയുടെ തിരിച്ചടികൾ തടുക്കാനാവാതെ പാകിസ്ഥാൻ കുഴങ്ങിയതും വെടിനിർത്തലിന് ഇന്ത്യയുടെ കാല് പിടിച്ചതിനു പിന്നിലെ കാരണങ്ങളിൽ ഒന്ന് ഇതുതന്നെയായിരുന്നു. അനുമതിയില്ലാതെ ഒരു ഈച്ച പോലും അതിർത്തി കടക്കാൻ ആ നിമിഷം അത് തിരിച്ചടിയാകുമെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കും എന്ന വീരവാദം മുഴക്കിയാണ് ചൈന പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയത്. ഇന്ത്യൻ അതിർത്തിയിൽ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നത് ഇതായിരുന്നു. പക്ഷേ ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇതിനൊന്നും തന്നെ ആയില്ല. മാത്രമല്ല, തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തു. ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനുമുള്ള സഹായവും പാകിസ്ഥാന് ചൈന നൽകിയെങ്കിലും ഒരിക്കൽ പോലും അവർ അത് തുറന്നു സമ്മതിച്ചിട്ടില്ല. ഇതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൈനീസ് ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഏറ്റവും വലിയ ഉപഭോക്താക്കൾ പാകിസ്ഥാൻ തന്നെയാണ്. ഇന്ത്യയുമായുള്ള കടുത്ത ശത്രുത ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയുമാണ്. തങ്ങൾ നൽകിയ ആയുധങ്ങൾക്ക് എത്രത്തോളം പ്രവർത്തനക്ഷമതയുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ചൈനയുടെ ആവശ്യം കൂടിയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ആ അവസരത്തെ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള അവസരമായാണ് അവർ അതിനെ കണ്ടത്. പ്രതിരോധത്തെ തകർത്ത് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാന്റെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അത് തങ്ങളുടെ ആയുധങ്ങളുടെ മികവായി ചൈന എടുത്തു കാട്ടിയേനെ. അതിലൂടെ ആയുധ കമ്പോളത്തിലെ മേധാവിത്വം അവർ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കും. പാകിസ്ഥാന് പുറമെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈന ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും വിൽക്കുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ എത്തിക്കുകയും അതിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയുമാണ് ചൈനയുടെ മറ്റൊരു ലക്ഷ്യം. പക്ഷേ ചൈനയുടെ അത്തരത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പിടമാക്കി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളെ വെല്ലാൻ ലോകത്ത് മറ്റൊരു ശക്തിയും ഇല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ചതിൽ അധികവും ബ്രഹ്മോസ് പോലെ ഒരു ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെയും മറ്റ് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഞൊടിയിട കൊണ്ട് ഇന്ത്യ തകർത്ത് തരിപ്പിടമാക്കിയതും. ഇതിനൊപ്പം പാക് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താനും കഴിഞ്ഞു. ചൈനയിൽ നിന്ന് കോടികൾ മുടക്കി പാകിസ്ഥാൻ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നോക്കുകുത്തിയാക്കുന്ന വിധമായിരുന്നു ആക്രമണങ്ങളെല്ലാം. എല്ലാ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യ എത്രത്തോളം ഫലവത്താണെന്ന് വ്യക്തമായതോടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലായി.